പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജയപുരം രൂപതയ്ക്ക് കീഴിലെ വണ്ടിപ്പെരിയാർ അരണക്കൽ ദേവാലയത്തിലെ KCYM കുട്ടികളും വിശ്വാസികളും. ആർക്കും എതിരെയുള്ള പോരാട്ടമല്ല. ദുരിതയാത്രയ്ക്ക് അവസാനം ലഭിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാലാണ് സൂചനാ സമരമുറയിലേക്ക് പോകേണ്ടി വന്നത് എന്ന് ഇടവക വികാരി ഷിൻഡോ തോമസ്, KCYM ഭാരവാഹി ദിവ്യ ആന്റണി എന്നിവർ പറഞ്ഞു. ശബരിമല മണ്ഡലകാലം കൂടാതെ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള വിനോദസഞ്ചാരികൾ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ വഴി എത്തുന്നത്. ഇതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാറിന്റെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന നൂറുകണക്കിന് കുട്ടികളും കടന്നുപോകുന്ന പ്രധാന വഴിയാണ്. വണ്ടിപ്പെരിയാർ സത്രം റോഡ് ഒട്ടനവധി പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് 14 കിലോമീറ്റർ നിർമ്മാണം നടക്കുന്നത്. തുടർന്ന് വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് മൗണ്ട്, സത്രം, അരണക്കൽ തുടങ്ങിയ പ്രദേശങ്ങൾ. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ സമയത്ത് റോഡ് മെയിന്റനൻസിനു വേണ്ടി തുക അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഒന്നുകൂടി പൊളിച്ചിട്ടതല്ലാതെ മറ്റു പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇപ്പോൾ അതും 1 വർഷം പിന്നിടുകയാണ്. നിരവധിയായ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. സ്കൂൾ കുട്ടികൾ അടക്കം അപകടത്തിൽ പെടാറുമുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷ സമര പരിപാടി നടത്തുന്നതിന് വേണ്ടി വിജയപുരം രൂപത യുവജന സംഘടനയുടെ KCYM തീരുമാനിച്ചത്. സൂചനാ സമരം എന്ന രീതിയിൽ സൺഡേ ക്ലാസ് കഴിഞ്ഞ മുഴുവൻ കുട്ടികളും വിശ്വാസികളും ദേവാലയത്തിൽ നിന്നും അരണക്കല്ലിലേക്ക് റോഡ് നന്നാക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി പ്രകടനം നടത്തി. ജനപ്രതിനിധികൾ അടക്കം കടന്നുപോകുന്ന ഈ വഴിക്ക് ശാപമോക്ഷം ഉണ്ടാകണം എന്ന ആവശ്യമാണ് മുൻപോട്ട് വയ്ക്കുന്നത് എന്ന് KCYM ഭാരവാഹി ദിവ്യ ആന്റണി, ഇടവക വികാരി ഫാദർ ഷിൻഡോ തോമസ് എന്നിവർ പറഞ്ഞു. ഞങ്ങളുടെ റോഡ് ഈ കുണ്ടും കുഴിയുമായിട്ട് ഏകദേശം 1 വർഷത്തിന് കൂടുതൽ തന്നെയായി. ഇതുവരെ ഒരു നടപടിയും തന്നെ ഇവർ സ്വീകരിച്ചിട്ടില്ല. ഫണ്ടൊക്കെ പാസ്സായാൽ പോലും ഇതുവരെ ഇവര് ഈ ഒരു റോഡ് ശരിയാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട്. സെന്റ് ജോസഫ് റോമൻ കാത്തലിക് ചർച്ച് അരണക്കലിലെ യുവജനങ്ങളുടെ എതിർപ്പാണിത്. ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ റാലിയാണ്. ഞങ്ങളുടെ ഇടവകയിലുള്ള ജനങ്ങൾക്കാണെങ്കിലും ഇവിടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും തന്നെ ഇത് നല്ല പ്രതിഷേധമുണ്ട്. എല്ലാവരും തന്നെ പറയുന്നതാണ് ഈ ഒരു റോഡ് ശരിയാക്കാൻ. പക്ഷെ ഇതുവരെ ആരും തന്നെ ഇതിന് മുന്നോട്ട് വരുന്നില്ല. എല്ലാവരോടും ഞങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ആരും തന്നെ ഇതിന് എന്തുവാ ചെയ്യണ്ടേ ഒന്നും തന്നെ നോക്കുന്നില്ല. മാത്രമല്ലാതെ കുറച്ചിങ്ങനെ നടക്കാൻ പറ്റിയുന്ന റോഡായിരുന്നു, പക്ഷെ ഇപ്പൊ അതും കൂടെ അവർ കുഴിച്ചിട്ടേക്കുവാണ്. എന്തിനാ അതും ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ആദ്യം നടക്കാനെങ്കിലും പറ്റുന്നുണ്ടായിരുന്നു, ഇപ്പൊ നടക്കാനും പറ്റുന്നില്ല. കഴിഞ്ഞ മണ്ഡലകാലത്ത് ഈ വഴിയിലൂടെ അയ്യപ്പന്മാർ പോയത് വല്ലാതെ ദുരിതം പിടിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് കുറച്ചുകൂടെ ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ, ഈ അലംഭാവം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ വഴി കുറച്ചുകൂടെ ഭേദപ്പെട്ട അവസ്ഥയിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ 2 ഇലക്ഷൻ നടന്നിട്ടുണ്ട്. കാരണങ്ങൾ പറയാൻ കഴിയും. ഒരുപക്ഷെ ടാറിന് വില കൂടിയിട്ടുണ്ടാകുമായിരിക്കാം. പക്ഷെ ഇതൊന്നും ഇപ്പോൾ പൊളിച്ചിട്ട ഈ വഴി ഇങ്ങനെ തന്നെ കിടക്കാനായിട്ട് ഒരു ന്യായീകരണമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങൾ പ്രത്യേകിച്ച് അരണക്കൽ പള്ളിയുടെ മാത്രം ആവശ്യമല്ല, ഇവിടുത്തെ നാടിന്റെ ആവശ്യമാണ്. ഏറ്റവും അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സ്കൂൾ കുട്ടികൾ അടക്കം പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും കൂടാതെ വരുന്ന മണ്ഡലകാലത്തിൽ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്കും സുഗമമായി യാത്ര നടത്താനുള്ള സൗകര്യം റോഡ് നന്നാക്കിക്കൊണ്ട് ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.